ഇതിൻ്റെ പുറത്തിങ്ങനെ വയ്ക്കുക. അപ്പോൾ ആ ബക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ ആ നിറഞ്ഞ ബക്കറ്റ് കഴിഞ്ഞ് അടുത്ത ബക്കറ്റിലേക്ക് ഇതേപോലെ തന്നെ ഇടുക. ഇത് നിറയ്ക്കുക. അപ്പോൾ ഇത് നിറച്ച് കഴിഞ്ഞ് ഇതെടുത്തിട്ട് ഇതിൻ്റെ നേരെ താഴെയുള്ള ബക്കറ്റ് ഏറ്റവും മുകളിലായിട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പം ഇത് 3 എണ്ണം നിറഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഏറ്റവും താഴെ വശമുള്ളത് ബയോ കമ്പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം ഈ താഴെ വശം ഉണ്ടല്ലോ, ഈ ഡ്രോയിൽ നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ ജലാംശം വരും. അതായത് NPK ആയിട്ടുള്ള നല്ല വളമാണ്. ഇത് നമുക്കെടുത്ത് ഇതിൻ്റെ ഈ വെള്ളം എടുത്ത് നമുക്ക് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബിൻ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ ഈർപ്പമുള്ള സാധനങ്ങൾ ഇതിനകത്ത് നിക്ഷേപിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴുവുണ്ടാകും.